പ്രൈസ് ലോർഡ്. റോയൽ റിവൈവൽ മിനിസ്ട്രിയുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെയും 16-ാം വാക്യം ഇങ്ങനെ കാണുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാ? പോയി ഫലം കായ്ക്കേണ്ടതിനായി. ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മുടെ പട്ടണത്തിൻ്റെ അകത്താക്കി വച്ചിരിക്കുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്ത് നമ്മുടെ സഭയ്ക്കകത്താക്കി വച്ചിരിക്കുമ്പോൾ നമ്മൾ ഫലം കായ്ക്കുന്നവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഒരു ഫലം കായ്ക്കുന്നവരായി തീരട്ടെ. നിങ്ങൾ ഫലം കായ്ക്കുന്നവരായി തീരുമ്പോൾ നിങ്ങളുടെ ദേശത്തിൻ്റെ അകത്ത് നിങ്ങൾ പ്രകാശിക്കുന്നവരായി തീരും. നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഓടേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്: എഴുന്നേറ്റ് പ്രകാശിക്കുക, പ്രകാശം നിൻ്റെ മേൽ വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ ദൈവം നിങ്ങളെ പണിത് പുറത്ത് കൊണ്ടുവരും. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിലിരിക്കുന്നവരായിരിക്കാം, ഏതെങ്കിലും പ്രതികൂലത്തിൻ്റെ വന്നിരിക്കുന്നവരായിരിക്കാം, ഏതെങ്കിലും കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. നിങ്ങളതൊക്കെ ഞാൻ ആത്മാവിൽ പറയാം: ദൈവം നിങ്ങളെ പണിത് പുറത്ത് കൊണ്ടുവരും. ദൈവത്തിൻ്റെ സെലക്റ്റഡാക്കി നിങ്ങളുടെ പട്ടണത്തിലാക്കി വച്ചിരിക്കുമ്പോൾ, ദൈവം നിന്നെ സെലക്റ്റഡാക്കി നിന്റെ ദേശത്ത് നട്ടിരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ തയ്യാറാണോ? ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സകല ജാതികളെയും ശിഷ്യരാക്കുവിനെന്നും. അപ്പോൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ദൗത്യമേൽപ്പിച്ചിരിക്കുമ്പോൾ അതിലേക്ക് ഓടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം മോശയെ തിരഞ്ഞെടുത്തു, ദാവീദിനെ തിരഞ്ഞെടുത്തു. ഇവരെല്ലാം തിരഞ്ഞെടുത്ത് ദാവീദിനെ രാജപദവികളിലേക്ക് കൊണ്ടുവന്നു. മോശയെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് വേണ്ടി ദൈവം മോശ എന്നൊരു വ്യക്തി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഏത് പട്ടണത്തിലായിരുന്നാലും ഏത് ദേശത്തായിരുന്നാലും ദൈവം നിന്നെ ഉപയോഗിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരെ പുറത്തു കൊണ്ടുവരട്ടെ. ദൈവത്തിൻ്റെ സെലക്ഷൻ ഇവരുടെ പേരുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനെ നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.